സന്നിധി തന്നിൽ നായക എന്നും. ഗുഡ് മോർണിംഗ്. പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതായ ഒരു ഭാഗമാണ്. തിരുവചനം ഇപ്രകാരം പറയുന്നു. വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 7 വാക്യം: ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയരെ, തിയോഫോബിയ എന്ന പദം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ദേവന്മാരോടോ ദേവതകളോടോ പ്രകൃതി പ്രതിഭാസങ്ങളോടോ ഉള്ളതായ ഒരു ഭയമോ അല്ലെങ്കിൽ ചില മതത്തോടുള്ളതായ വിവരണാതീതമായ തരത്തിലുള്ളതായ ഭയമായിട്ടാണ് അതിനെ ചിത്രീകരിക്കുന്നത്. എങ്കിലും സത്യവേദ പുസ്തകത്തിൽ സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് നാം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് സങ്കീർത്തനക്കാരൻ 111 അധ്യായത്തിൽ എൻ്റെ 10 വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജ്ഞാനി എന്ന് പേരെടുത്തതായ ശലോമോൻ രാജാവ് തൻ്റെ അന്ത്യത്തിൽ അത് പഠിപ്പിക്കുകയാണ്: എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സഭാപ്രസംഗികളുടെ പുസ്തകം 12:13. പ്രിയരെ, ഇവിടെ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്ന് സദൃശവാക്യങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുമ്പോഴും, തിന്മയെ ദ്വേഷിക്കുകയും നന്മ ഇച്ഛിക്കുകയും ചെയ്യണം എന്ന് ആമോസിൻ്റെ പുസ്തകത്തിലൂടെയും 5:15 നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവൻ അല്ലാതെ മറ്റാരും തന്നെ നല്ലവൻ ഇല്ല എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10:18 പറയുമ്പോൾ, ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വാക്കുകളെ, അവൻ്റെ വചനങ്ങളെ ജീവിതത്തിൽ അത് പ്രമാണിച്ച് നാം അനുസരണയിലൂടെ അത് കാണിക്കുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. യോഹന്നാൻ 14 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൽ അത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ മാനിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അവൻ്റെ വാക്കുകളെ അത് പ്രമാണിക്കുക, അനുസരിക്കുക എന്നുള്ളതായ ഒരു ഫലത്തിലാണ് അത് വന്ന് അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. സത്യവേദ പുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുകയും അവൻ്റെ മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് അബ്രഹാമിനെ തടയുകയും ചെയ്യുന്നതായ ഒരു ഭാഗമുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നു: ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടെ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതായ ഒരു ഭാഗത്തെ ഭയപ്പെടുന്നു എന്നുള്ളതായ ഒരു പദമാണ് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ കർത്താവിൽ പ്രിയരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്ത് വില കൊടുക്കേണ്ടി വന്നിരുന്നാലും കാലത്തിൻ്റെ അന്ത്യത്തിൽ 1,44,000 പേരെ പോലെ അവനെ അനുസരിക്കാൻ ഒരുക്കമുള്ളവരായി തീരുക എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇസഹാക്കിനെ ഒഴിവാക്കിയ ഉടനെ യാഗത്തിൻ്റെ ഒരു ദൈവം, യാഗത്തിനായിട്ട് ദൈവം ഒരു ആട്ടുകുറ്റനെ അവിടെ ഒരുക്കി എന്നുള്ളത് നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ ലോകത്തിൻ്റെയും രക്ഷയ്ക്കായി സ്വയം ത്യാഗം ചെയ്ത നമ്മുടെ പകരക്കാരനായ യേശു ക്രിസ്തുവിനെ ഇവിടെ പ്രതീകപ്പെടുത്തുകയാൽ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ആത്യന്തമായി നമ്മുടെ രക്ഷയിൽ അത് വന്ന് കലാശിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം.
കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിൽ കടന്നു വന്ന് അനേകരുടെ രക്ഷയ്ക്കായി, അനേകർക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം, നിത്യജീവനെ നൽകുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു നമ്മുടെ മധ്യേ ആയിരുന്നത്. അങ്ങനെയെങ്കിൽ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഒരുക്കമുള്ളവരായി തീരുവാൻ ഇവിടെ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 34:4 പറയുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നതായ ഒരു സർവശക്തനായ ദൈവം. വീണ്ടും നാം മലാഖിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ അറിയുന്ന 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്ന് നമ്മയോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവിൽ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യുന്നതായ വേളയിൽ പോലും ലൂക്കോസ് സുവിശേഷത്തിൽ 23-40 പറയുന്നു, മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവിനോട്, ഇത് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഇവിടെയും ഭയപ്പെടുന്നതായ ഒരു പദത്തെ കാണിക്കുന്നത് അനുസരണയുടേതായ ഒരു ഭാഗത്തെ ആണ് ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നാം അറിയുന്ന, നാം മനസ്സിലാക്കുന്ന ദൈവവചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട്, ദൈവം തൻ്റെ സ്വന്തം കൈവരികളാൽ എഴുതി തന്നിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപ സർവശക്തനായ ദൈവം ഇത് കേട്ടതായ ഓരോ വ്യക്തികളിലും ആ കൃപാവരെ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമറാത്തനും നല്ലവരുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതം ഞങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുത്തിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കേട്ടതായ തിരുവെഴുത്തുകളിൻ പ്രകാരം അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തെ അനുസരിക്കുന്നതിലൂടെ, പ്രമാണിക്കുന്നതിലൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് വിശേഷാൽ കൃപാവരം തരുന്നതിനായി സ്തോത്രം. സകലതും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.